നമ്മളൊരു വാർഡ്രോബ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഏരിയ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ വാർഡ്രോബ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് 2 സെക്ഷനായിട്ട് ഹിസ്, ഹെർ എന്ന് പറഞ്ഞ 2 സെക്ഷനായിട്ട് ഡിസൈൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. കാരണം ലേഡീസിന്റെ ഹാങ്ങിങ് സ്പേസ് അല്ല ജെന്റ്സിന് വരുന്നത്. ലേഡീസിന് എന്ന് പറയുമ്പോൾ കുറച്ച് ടോൾ ആയിട്ടുള്ള ഹാങ്ങിങ് സ്പേസ് വരുന്നത്. ജെന്റ്സിന് അത്രയ്ക്കും സ്പേസ് ആവശ്യമില്ല. അപ്പൊ നമ്മൾ വാർഡ്രോബ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഹിസ്, ഹെർ എന്ന് പറഞ്ഞ 2 സെക്ഷനായിട്ട് ചെയ്താൽ നന്നായിരിക്കും. അതുപോലെ തന്നെ വുമൺസിന്റെ ഓർണമെന്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഡ്രോ. അതുപോലെ തന്നെ മെന്നിന്റെ ഈ വാച്ച്, അതുപോലെ ബെൽറ്റ്, ടൈ അതുപോലുള്ള തിങ്സ് ഒക്കെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കിഡ്സിന് വേണ്ടിയിട്ടുള്ള വാർഡ്രോബ്സ് ഒക്കെയാണ് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു ഹൈറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ താഴത്തെ ഒന്നോ രണ്ടോ സെക്ഷൻ നമുക്ക് ഡ്രോ പോലെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് ആക്സസ് ചെയ്യാൻ, നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് വെക്കാനൊക്കെ ആയിട്ട് കുറച്ചും കൂടി സൗകര്യമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വാർഡ്രോബ്സിന്റെ ഏറ്റവും താഴത്തെ സെക്ഷൻ നമുക്ക് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാത്ത ഷൂസോ അല്ലെങ്കിൽ ചപ്പൽസോ ഒക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ഒരു സെക്ഷൻ ആയിട്ട് ചെയ്താലും നന്നായിരിക്കും. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായി കീപ് ഫോളോയിങ് മോർ വീഡിയോസ്.